ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ടോപ്പിക്ക് ഞാൻ ചെയ്തിട്ടേ ഇല്ല. വാട്ട് ഈസ് ദി കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് യുവർ ലവ് ലൈഫ്? നിങ്ങളുടെ പ്രണയ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റേറ്റസ് എങ്ങനെയൊക്കെ ഇരിക്കും, ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റേറ്റസ് ഏത് രീതിയിലാണ് പോകുന്നത്, ആ സ്റ്റേറ്റസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് വരിക. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേഷൻ സംഭവിക്കാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയതുകൊണ്ടാണ് അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ വീണ്ടും അത് എല്ലാ വീഡിയോസിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം സ്പ്രെഡ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. Universe angels, what do you need to hear right now? What is the current status of your love life? What is the current status of your love life? What is the current status of your love life? ഞാൻ ആദ്യം എല്ലാം സ്പ്രെഡും എടുത്ത് വെക്കട്ടെ. നമ്മളിതുവരെയും ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടില്ല. ലവ് ലൈഫിനെ പറ്റി പറയുമ്പോൾ തന്നെ അതിനെ പറ്റിയ ഒരുപാട് കാർഡ്സ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്പ്രെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ സ്പ്രെഡിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡാണ്, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു തരാം. വാട്ട്സ് ദി മേജർ കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് യുവർ ലവ് ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഒത്തിരിയേറെ വേദനകളായിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച് സഫർ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിലേക്ക് വരണമെന്നോ
അല്ലെങ്കിൽ മറ്റൊരു പ്രതീക്ഷകളും ഇല്ലാത്തൊരു ലൈഫായിരുന്നു നിങ്ങളുടേതെന്ന് പറയാം. ശരിയല്ലേ? നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോസ് ചെയ്ത് നിർത്തിയിട്ട് പറയുക, സ്പോട്ടിൽ പറയുക, എനിക്കത് അറിയണം, ആഗ്രഹമുണ്ട് അറിയാനായിട്ട്, എന്നോട് ഇഷ്ടമുള്ളവർ അതൊന്ന് എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പോ മറ്റൊരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഈ കാർഡ്സിൽ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ റിലേഷൻഷിപ്പ് കടന്നു വന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വളരെ മനോഹരമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കടന്നു വന്നു. നിങ്ങൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങോട്ട് പടർന്ന് പന്തലിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നിങ്ങൾ ഒരിക്കലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നോ അങ്ങനെയൊക്കെ ആവുമെന്നോ അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ പോകുന്നോ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്തൊരു സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ കടന്നു വന്നത്. അതങ്ങോട്ട് ആളിക്കത്തി എന്ന് പറയുന്ന പോലെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ചു. നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ സ്റ്റേജിലേക്കും കടന്നു വരാൻ മാത്രം കെൽപ്പുള്ള ഒരു വ്യക്തിയായിട്ട് ആ പേഴ്സൺ മാറി. ഇതിൻ്റെ മീനിങ് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിന് നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇതെല്ലാ കാലവും നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുമെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു മായാലോകം, ഒരു മജിക്കൽ വേൾഡ്, ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് നിങ്ങൾ കടന്നുപോയി. നിങ്ങളുടെ ഏജോ നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ സ്റ്റേറ്റസ്, ഇപ്പോൾ സിംഗിളാണോ മാരീഡാണോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാതെ ആ ഒരു ലവ് എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ ഫാൻറ്റസി വേൾഡിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കാൽ വഴുതി വീണു എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ എനിക്ക് കാണുന്നത് കേട്ടോ. കാരണം നിങ്ങൾ നിങ്ങളുടെ ഏജ് മറന്നു, നിങ്ങളുടെ പ്രായം മറന്നു, നിങ്ങളുടെ സ്റ്റേറ്റസ്, അതായത് നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, നിങ്ങളൊരു മാരീഡ് ആയിട്ടുള്ളൊരു ആളായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടായിരിക്കാം. ഇതെല്ലാം നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു ലൈഫിലേക്ക്, ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ കൂടി ആയിരിക്കാം ഇത്, ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ കടന്നു വീണു, വഴുതി വീണു. നിങ്ങൾ പോലും അറിയാം, നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ലൈഫിലേക്കൊന്നും ഒരു കാരണവശാലും എനിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്, അങ്ങനെ ഒരു ലൈഫിലേക്ക് ഞാൻ പോവരുത് എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ ലൈഫിലേക്ക് കടന്നു ചെന്നു, അല്ലെങ്കിൽ വഴുതി വീണു എന്ന് വേണം പറയാനായിട്ട്. ആ വ്യക്തി അത്രയ്ക്കും മനോഹരമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നല്ലോ ഇത്. ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു സ്നേഹമായതുകൊണ്ട് തന്നെ, അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയിട്ടുള്ളൊരു സ്നേഹമായതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൽ നിങ്ങൾ മതിമറന്ന് ആസ്വദിച്ചു. ഇപ്പോൾ മതിമറന്ന് സ്വിം ചെയ്തു, അല്ലെങ്കിൽ മതിമറന്ന് ഫുഡ് കഴിച്ചു, മതിമറന്ന് കളിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ മതിമറന്ന് നീരാടി എന്ന് തന്നെ ഞാൻ പറയും. അല്ലെങ്കിൽ ചുറ്റുമുള്ളത് എന്താണെന്നോ, നിങ്ങളുടെ ചുറ്റുമുള്ള അവസ്ഥ എന്താണെന്നോ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നോ, നിങ്ങൾ ഏത് രീതിയിൽ, നിങ്ങളിപ്പോൾ ഒരു ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒരു നിങ്ങളുടെ ചുറ്റും നടക്കുന്ന തട്ടത്തിനുള്ളിലുള്ള അവളുടെ മുഖം മാത്രം, അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കാതെ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങളുടെ ഫോക്കസ്ഡായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രണയം വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സ്പ്രെഡിൽ മതിമറന്ന് ആസ്വദിക്കുക എന്നുള്ളൊരു വേർഡ് ഇവിടെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. മതിമറന്ന് നിങ്ങൾ എൻജോയ് ചെയ്തു, മതിമറന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളൊരു വേർഡ് ഭയങ്കരമായിട്ട് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മതിമറന്ന് ആസ്വദിച്ചു എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് അത്രയ്ക്കും അതിൻ്റെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ ആസ്വദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊരിക്കലും നിങ്ങളെ ഇനി വിട്ടു പോകരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനും തുടങ്ങി.
ഇപ്പോഴും നിങ്ങളങ്ങനെ ആ ഒരു പ്രാർത്ഥിക്കുന്ന സ്റ്റേജിലാണ്. ഒട്ടും അല്ലെങ്കിൽ അതെൻ്റെ വിട്ടൊരിക്കലും പോവരുത്. ഇപ്പോഴും നിങ്ങളങ്ങനെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, നിങ്ങൾ എങ്ങനെ നിന്നവരാ? നിങ്ങൾ ഏത് സ്റ്റേജിൽ നിന്നതാണ്? നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്? ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നുണയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള മെമ്മറീസാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ മൂമെൻറ്റ്സ്, ഓരോ ഇൻസിഡൻസാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങളുടെ ലൈഫാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും നുണയല്ല. നുണയെന്ന് തോന്നുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതൊരിക്കലും എനിക്ക് റെസണേറ്റ് അല്ല, ഇതെൻ്റെ കാര്യമേ അല്ല എന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഇതെൻ്റെയാണ് എന്ന് തോന്നുന്നവർ സ്പോട്ടിൽ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യൂ. അത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പ്രണയ ജീവിതം ആസ്വദിച്ചതുപോലെ എൻജോയ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ടാരറ്റ് റീഡിങ്ങും കാണുക. അങ്ങനെ എൻജോയ് ചെയ്യുന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത്, കാണുന്നതിൻ്റെ ഇടയ്ക്ക്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂട്ടോ, അപ്പോൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ സ്നേഹവും കരുതലും എല്ലാം, പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ലവ് ലൈഫിൽ കിട്ടിയിട്ടുള്ള ആ എല്ലാ കാര്യങ്ങളും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാലവും അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട്. ചില കുഞ്ഞു കുട്ടികളെ പോലെ കളിപ്പാട്ടം കിട്ടാതെ കരയുന്ന ചില കുഞ്ഞു കുട്ടികൾ, കുഞ്ഞുമണികളില്ലേ, നമ്മുടെ കുഞ്ഞുമണികളെ പോലെയുള്ള ആ കുഞ്ഞു കുട്ടികളെ പോലെ, അല്ലെങ്കിൽ ആ കളിപ്പാട്ടം വേണം എന്നും പറഞ്ഞ് ഈ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആ കുഞ്ഞു കുട്ടിയെ പോലെ നിങ്ങളുടെ മനസ്സ് വെമ്പുകയാണ്. ആർക്ക് വേണ്ടി? ഈ പറയുന്ന പേഴ്സണ് വേണ്ടി അല്ലേ? കമൻറ്റ് സ്പോട്ടിൽ കമൻറ്റ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടിയ ആ വ്യക്തിയുടെ ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാല്യുബിളായിട്ട്, അല്ലെങ്കിൽ ഇത്രയും സ്പഷ്ടമായിട്ട് നിങ്ങളുടെ ലൈഫിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്കത്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ചെറിയ മൂമെൻറ്റ്സ് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റം പോലും നോക്കൂ. കാർഡ്സ് വന്നത് നോക്കൂ. നിങ്ങളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുന്നുണ്ട്. ഒരു മാറ്റം ആ വ്യക്തിയിൽ വന്നു. ആ മാറ്റം നിങ്ങളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുന്നുണ്ട്. പതിവിലും വിപരീതമായിട്ട്, പതിവിലും അഗെയിൻസ്റ്റായിട്ട് എന്ത് കാര്യങ്ങൾ നിങ്ങൾ അവരിൽ കണ്ടാലും, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾ അവരിൽ മീറ്റ് ചെയ്താലും നിങ്ങളിപ്പോൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളവരെ എന്തുകൊണ്ടാണത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? പറയൂ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയണം. അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത്രമാത്രം അസ്വസ്ഥരാണ്. നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒരു ഇത്രമാത്രം അവരെ സ്നേഹിക്കുന്ന, ഇത്രമാത്രം സിൻസിയറായിട്ട് അവരെ കാണുന്ന നിങ്ങൾ, അവരുടെ ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളത് അവരിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവർ നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചോദിക്കുക അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അവരുടെ സ്നേഹത്തിന് മറ്റാരെയും നിങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങളല്ലാതെ ആ മനസ്സിൽ ആരും സ്ഥാനം പിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കത് പറ്റില്ല, ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ മനസ്സിൽ മറ്റൊരാൾ സ്ഥാനം കൂടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ കളിപ്പാട്ടം പോലെയാണ് നിങ്ങൾക്കവർ. നിങ്ങളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത നേരത്ത് ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ വ്യക്തിയുടേത്. അതുകൊണ്ട് തന്നെ ആ കളിപ്പാട്ടം പോലെ കുഞ്ഞു കുട്ടി ആ കളിപ്പാട്ടം ഇറുക്കി വെച്ചിരിക്കുന്ന, സ്വന്തം നെഞ്ചോട് ചേർത്ത് ഇറുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ നെഞ്ചിൽ ഇറുക്കി പിടിച്ച് നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് കൊള്ളുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ ചില പേര് ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നീറുന്നവരുണ്ട്. അങ്ങനെ നീറിയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലനേഷൻ തരാം. അങ്ങനെ മനസ്സ് നീറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.
അത് ആ കളിപ്പാട്ടം നശിപ്പിക്കാനും നല്ല പോലെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാനും വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ആ കളിപ്പാട്ടം നശിപ്പിക്കാനും ആ കുട്ടിക്ക് പറ്റും, അടിച്ചു പൊട്ടിക്കാനും ആ കുട്ടിക്ക് പറ്റും. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന്, അത് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അത് ആ കുട്ടിക്ക് അറിയൂ. അതുപോലെ അത് ഏത് രീതിയിൽ ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ സ്നേഹത്തെ, ആ ലവിനെ, ആ എഫെക്ഷനെ, ആ കെയറിനെ ഏത് രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം, ഏത് രീതിയിൽ അത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ഇരുന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുക. മറ്റൊന്നും എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് പറയാനില്ല. ആ സ്നേഹത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുക. അവരെ വെറുപ്പിച്ച് പറഞ്ഞയക്കണോ, അതോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് ആ കുട്ടി കളിപ്പാട്ടം പിടിച്ചതുപോലെ പിടിക്കണമോ, അതോ അവരെ നശിപ്പിച്ച് കളയണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു തീരുമാനം നിങ്ങളെടുത്ത് എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്ത് ഡൗട്ട് വന്നാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ 3 ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 3 സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡെയിലി വീഡിയോസ് ഇതുപോലത്തെ ഇടുന്നതാണ്. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്നും അതിൻ്റെ ലൈഫിൽ എത്രയും പെട്ടെന്ന് നടക്കണമെന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ക്ലെയിം ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അടുത്ത ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്കതൊരു ഇൻസ്പിറേഷനാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.